നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 59-ാം പേജിലെ ഒരു 7 പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ചെയ്ത് നോക്കിയോ? എന്തായാലും നമുക്കിന്ന് അതിന്റെ ആൻസറിലേക്ക് കടക്കാം. അതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ദ കോട്ട്ലാറ്റർ ഇൻ ദ പിക്ചർ ആൻഡ് ആൾസോ ദ ആംഗിൾ ബിറ്റ്വീൻ ദർ ഡയഗണൽസ്. അതായത് ഈ ചതുർഭുജത്തിന്റെ 4 കോണുകളും കണ്ടുപിടിക്കണം. ഇതിന്റെ വികരണങ്ങൾക്കിടയ്ക്കുള്ള കോണുകളും കണ്ടുപിടിക്കണം. അപ്പൊ ഈ ABCD എന്ന ഈ ചതുർഭുജം, എന്ത് ചതുർഭുജമാണിത്? ഈ ABCD എന്ന് പറയുന്നത് ഈ ചതുർഭുജത്തിന്റെ എയും ബിയും സിയും ഡിയും അല്ലെ, ഈ 4 മൂലകളും ഈ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അതുകൊണ്ട് ഈ ABCD എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജമാണ് അല്ലെ, ഒരു സൈക്ലിക് ക്വാഡ്രാറ്ററാണ്. അപ്പൊ ABCD എന്ന ഈ സൈക്ലിക് ക്വാഡ്രാറ്ററിന്റെ 4 കോണുകൾ, എ എത്ര, കോൺ ബി എത്ര, കോൺ സി എത്ര, കോൺ ഡി എത്ര, 4 കോണുകൾ കണ്ടുപിടിക്കണം. അതുപോലെ ഇതിന്റെ വികരണങ്ങൾക്കിടയ്ക്കുള്ള 4 കോണുകൾ കണ്ടുപിടിക്കണം. ഈ ക്വാഡ്രാറ്ററിന്റെ ഈ DC എന്ന സൈഡ് എടുക്കുകയാണ്. ഈ DC എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ആരായിട്ട് വരും? സർക്കിളിന്റെ എന്താണ്, ഒരു കോഡാണ് അല്ലെ. അപ്പം ഈ DC എന്ന ഈ കോഡ് സർക്കിളിനെ 2ആയിട്ട് ഭാഗിക്കുന്നുണ്ട് അല്ലെ. അപ്പം ഒരു ചെറിയ ആർക്കും ഒരു വലിയ ആർക്കും അല്ലെ. ഈ വലിയ ആർക്കിലുള്ള ഒരു കോണാണ് ഈ ഡിയും സിയും അഗ്രബിന്ദുക്കളായിക്കൊണ്ട് വലിയ ആർക്കിലെ ഒരു ബിന്ദുവുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു കോണാണ് ആംഗിൾ DBC അല്ലെ. ഈ ആംഗിൾ DBC എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു ആർക്കിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും. ഈ ആർക്കിൽ ഈ ഡിയും സിയും കൂടെ ജോയിൻ ചെയ്യുന്ന വേറെ കോണുണ്ടോ? ഇതാ കിടക്കുന്നു അല്ലെ. ഈ DAC, ഈ DACയും ഈ ആർക്കിലെ ഒരു കോണല്ലേ. അപ്പം ഈ DBCയും DACയും ഈ വലിയ ആർക്കിൽ വരുന്ന 2 കോണുകളാണ്. അപ്പം ഇത് 45 ഡിഗ്രിയാണ് എങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ആംഗിൾ DAC, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഈ ആംഗിളും 45 ഡിഗ്രിയാണ്. ഒരേ ചാപത്തിൽ വരയ്ക്കുന്ന കോണുകളെല്ലാം തുല്യമാണ് അല്ലെ. അപ്പം എന്താണ് ആംഗിൾ DBC സമം 45 ഡിഗ്രി. therefore ആംഗിൾ DAC എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ്. കാരണം എന്താണ്, ഒരേ ചാപത്തിൽ വരയ്ക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. അപ്പം ഒരു കോൺ കിട്ടി അല്ലെ. ഇതുപോലെ ഞാനിവിടെ ഈ BC എന്ന സൈഡ് എടുക്കുകയാണ്. ഈ ABCD എന്ന ഈ ക്വാഡ്രാറ്ററിന്റെ BC എന്ന സൈഡ് എടുക്കുകയാണ്. ഈ BC എന്ന ഈ BC എന്ന് പറയുന്നത് ഈ സർക്കിളിന് ആരാണ്? ഈ സർക്കിളിന് കോഡാണ് BC അല്ലെ. അപ്പം ഈ കോഡും ഈ സർക്കിളിന് ഒരു ചെറിയ ചാപവും ഒരു വലിയ ചാപവുമായിട്ട് ഭാഗിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ വലിയ ചാപത്തിലെ ഈ ബിയും സിയും ഈ വലിയ ചാപത്തിലെ ഒരു ബിന്ദുവുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ആംഗിളാണ്. ഏതാണ്? ആംഗിൾ ഈ BDC എന്ന ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ 50 ഡിഗ്രിയാണ് എങ്കിൽ ഈ ബിയും സിയും കൂടെ ജോയിൻ ചെയ്ത് ഈ ബിയും സിയും കൂടെ അഗ്രബിന്ദുക്കളായിക്കൊണ്ട് വേറെ കോൺ വരച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? ഈ ചാപത്തിലിരിക്കുന്ന മറ്റൊരു കോണാണ് ഈ CAB എന്ന കോൺ അല്ലെ. അപ്പം ഈ CDB എന്ന കോൺ 50 ഡിഗ്രിയാണ് എങ്കിൽ എന്താണ്, CAB എന്ന ഈ കോൺ എത്ര ഡിഗ്രിയാണ്? ഇതും എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതും 50 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ CDB സമം 50 ഡിഗ്രി. therefore ആംഗിൾ CAB എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. CDB സമം 50 ഡിഗ്രി ആയതുകൊണ്ട് CABയും 50 ഡിഗ്രിയാണ്. ഇനി ഈ AD എന്ന വശം എടുത്തേ. ഈ AD എന്ന വശവും ഈ സർക്കിളിന് ഒരു ചെറിയ ചാപവും ഒരു വലിയ ചാപവുമായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഈ എയും ഡിയും ഈ വലിയ ചാപത്തിലെ ഈ ഒരു ബിന്ദുവുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ആംഗിളാണ് ആംഗിൾ എന്താണ്, ACD അല്ലെങ്കിൽ DCA. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. അപ്പം ഈ ആംഗിൾ 30 ഡിഗ്രിയാണ് എങ്കിൽ ഇതേ ചാപത്തിലെ മറ്റൊരു കോണാണ് എന്താണ്, ഈ ചാപത്തിലെ മറ്റൊരു ബിന്ദുവാണ് ഇത് അല്ലെ. അപ്പം ഈ കോൺ എത്ര ഡിഗ്രിയാണ്? ഈ കോണ് 30 ഡിഗ്രിയാണ് എങ്കിൽ ഈ കോണും എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിൾ 30 ഡിഗ്രിയാണ് എങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഇത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. അപ്പം എന്താണ്, ആംഗിൾ DCA സമം 30 ഡിഗ്രി. therefore ആംഗിൾ DBA സമം അതും എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇനി ഈ AB എന്ന ഈ സൈഡ് എടുത്താൽ നമുക്ക് കിട്ടുമോ?
ഈ എയും ബിയും കൂടെ ഈ വലിയ ആർക്കുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ കോണും അറിയില്ല, ഈ കോണും അറിയില്ല അല്ലെ. ഏതെങ്കിലും ഒന്നും അറിയാമെങ്കിൽ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അറിഞ്ഞാൽ രണ്ട് കോണുകളുണ്ട്, ആ രണ്ട് കോണുകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സൈക്ലിക് ക്വാഡ്രാന്റിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 150 ഡിഗ്രി അല്ലേ. അപ്പം എതിർ കോണുകളിലെ ഇതാണ് ഈ കോണും ഈ കോണോടെ കൂട്ടുമ്പോൾ 150 ഡിഗ്രി വേണം അല്ലേ. അപ്പൊ അതില് ഈ കോൺ എത്രയാണ്? ഈ ബി 30 45 എത്രയാണ്? 75. അപ്പൊ 75 പ്ലസ് അപ്പം ഈ കോണും ഈ കോണോട് കൂട്ടുമ്പോൾ 150 ഡിഗ്രി വരണം അല്ലെ. അപ്പം ഈ 40 35 75 പ്ലസ് ഇത്രയും ഭാഗം 50 ആണെന്ന് അറിയാം. ഇത്രയും ഭാഗം 50 പ്ലസ് ഈ കോണും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 180 ഡിഗ്രി വേണം അല്ലെ. അപ്പം ഈ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്റ്. അപ്പൊ ഈ കോൺ എന്ന് പറയുന്നത് 45 30 75 ആണ്. ഇതും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അപ്പം 75 പ്ലസ് ഈ 50 പ്ലസ് ഇത് അറിഞ്ഞിട്ടുണ്ട് അല്ലെ. എക്സ് സമം 180 ഡിഗ്രി. അപ്പം 75 50 50 75 125 125 പ്ലസ് എക്സ് സമം 180 ഡിഗ്രി. therefore എക്സ് സമം 180 മൈനസ് 125 സമം എന്ത് വരും? 55 ഡിഗ്രി. അപ്പം ഈ കോൺ എത്ര ഡിഗ്രിയാണ്? ഈ കോൺ എത്ര? 55 ഡിഗ്രി. 55 ഡിഗ്രിയാണ്. അതുപോലെ ഈ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി വരണ്ടേ. അപ്പം ഇവിടെ ഇത് 50 45 എത്ര? 95 അല്ലെ. 50 45 95. ഈ ആംഗിൾ 95 ഡിഗ്രി. 5 പ്ലസ് 50 45 95 പ്ലസ് 30 പ്ലസ് ഇത് അല്ലെ. 30 പ്ലസ് വൈ 30 പ്ലസ് വൈ സമം 180 ഡിഗ്രി. അപ്പം 90 95 30 കൂട്ടാൻ വരും 125 പ്ലസ് വൈ സമം 180 ഡിഗ്രി. therefore വൈ സമം 180 മൈനസ് 125 സമം എത്ര ഡിഗ്രി? 55 ഡിഗ്രി. അപ്പം ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 55 ഡിഗ്രി അല്ലെ. 55 ഡിഗ്രി. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഈ കോണും എന്താണ്? ഈ ഒരേ ആർക്ക് വരുന്ന കോണാണ്. അപ്പൊ ഇത് 55 ഡിഗ്രി ആണ് എങ്കിൽ ഇതും എത്ര ഡിഗ്രി തന്നെയാണ്? 50 ഡിഗ്രി തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാ കോണുമായി അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചതുർഭുജത്തിന്റെ എല്ലാ കോണും കണ്ടുപിടിക്കാം നമുക്ക്. ഈ ആംഗിൾ എ എത്ര പറഞ്ഞ? ആംഗിൾ എ. ഇനി ആംഗിൾ എ എത്ര? ആംഗിൾ എ സമം 50 പ്ലസ് 45 50 45 എത്ര? 95 ഡിഗ്രി. ആംഗിൾ ബി സമം എത്ര? ആംഗിൾ ബി 45 30 75 ഡിഗ്രി. ആംഗിൾ സി എത്ര? ആംഗിൾ സി 55 30 അല്ലെ. 55 30 85 ഡിഗ്രി. ആംഗിൾ ഡി എത്ര? ആംഗിൾ ഡി സമം 50 55 105 ഡിഗ്രി 105 ഡിഗ്രി. അപ്പം എ ബി സി ഡി എന്ന ഈ ക്വാഡ്രാന്റിന്റെ 4 ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ വികരണങ്ങൾക്കിടയ്ക്കുള്ള കോൺ കണ്ടുപിടിക്കണം അല്ലെ. ഈ വികരണങ്ങൾക്കിടയ്ക്കുള്ള കോൺ കണ്ടുപിടിക്കാൻ ചെയ്യും. ഈ കോൺ കണ്ടുപിടിക്കാൻ ചെയ്യും. ഇതൊരു ട്രയാങ്കിൾ ഡി സി പി അല്ലെങ്കിൽ ഡി പി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണല്ലോ. അതിന്റെ ഈ കോൺ 50 ഡിഗ്രി, ഈ കോൺ 30 ഡിഗ്രി. ഒരു ത്രികോണത്തിന്റെ കോണുള്ള അളവുള്ളത് 180 ഡിഗ്രി. അപ്പൊ ഇത് 50 30. അപ്പൊ 50 30 80 ആണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും അല്ലെ. 100 ഡിഗ്രി. അപ്പം ഇത് 50 30 80 ആണെങ്കിൽ ഇത് 100 ഡിഗ്രി. അപ്പൊ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. അതുപോലെ ഇനി ഈ കോൺ കണ്ടുപിടിക്കാൻ പ്രയാസമല്ലോ. ഇതൊരു ലീനിയർ പെയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടുകൂടെ കൂട്ടിയിട്ട് 150 കുറയ്ക്കാം. അല്ലെങ്കിൽ തന്നെ ഇത് ലീനിയർ പെയർ ആണ് അല്ലെ. അപ്പൊ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ 80 ഡിഗ്രി. അപ്പൊ ഇത് 80 ഡിഗ്രി ആണെങ്കിൽ 80 ഡിഗ്രി. നമുക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ വികരണങ്ങൾക്കിടയ്ക്കുള്ള കോൺ എന്ന് പറയുന്നത് ആംഗിൾ ഡി പി സി സമം 100 ഡിഗ്രി. therefore ആംഗിൾ എ പി ബി സമം 100 ഡിഗ്രി. ഡി പി സി 100 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എ പി ബി 100 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. എതിർ കോണുകൾ തുല്യമാണ് അല്ലെ. അതുപോലെ ആംഗിൾ എ പി ഡി സമം 80 ഡിഗ്രി. ആംഗിൾ എ പി ഡി സമം 80 ഡിഗ്രി. therefore ആംഗിൾ ബി പി സി സമം അതും എത്ര ഡിഗ്രി? 80 ഡിഗ്രി. അപ്പം ഈ ചതുർഭുജത്തിന്റെ 4 കോണുകളുമായി ആംഗിൾ എ എന്ന് പറയുന്നത് 95 ഡിഗ്രി, ആംഗിൾ ബി 75 ഡിഗ്രി, ആംഗിൾ സി 85 ഡിഗ്രി, ആംഗിൾ ഡി 105 ഡിഗ്രി. വികരണങ്ങൾക്കിടയ്ക്കുള്ള കോണുകൾ ഈ കോൺ 100 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ 100 ഡിഗ്രി അല്ലെ. അപ്പൊ ഇത് 80 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ 80 ഡിഗ്രി. അപ്പം 4 കോണുകളുമായി ആ വികരണങ്ങൾക്കിടയ്ക്കുള്ള കോണുകളുമായി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. അതായത് ഒരു ചതുർഭുജത്തിന്റെ ഏത് മൂലയിലെയും പുറം കോൺ അതിന്റെ എതിർ മൂലയിലെ ആ കോണിന് തുല്യമാണ് തെളിയിക്കണം.
അപ്പൊ ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്റാണ്, ചക്രചതുർഭുജമാണ്. ഇതിന്റെ ഏത് മൂലയിലെയും പുറം കോൺ. അപ്പം ഈ സൈക്ലിക് ക്വാഡ്രാറ്റിന്റെ ഈ മൂലയിലെ ഒരു പുറം കോണാണ് ഇത്, ഈ കോൺ അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് അതിന്റെ എതിർമൂല, ഇതിന്റെ എതിർമൂലയിലെ ആ കോൺ, അതായത് ഈ കോണിന് തുല്യമാണ് തെളിയിക്കണം. അതായത് CBE എന്ന ഈ ഔട്ടർ ആംഗിളും ഈ ഇന്നർ ആംഗിൾ, അല്ലെ ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഈ ഇന്നർ ആംഗിൾ ഇതും തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പൊ എന്താ നമുക്ക് ABCD is a cyclic quadrilateral and AB extended to E അല്ലെ. ABCD എന്ന് പറയുന്ന ചക്രചതുർഭുജമാണ്. അതിലെ AB എന്ന വര ഇയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെ. അപ്പം എന്താണ്, അപ്പൊ ഈ ആംഗിൾ ഇവിടെ നമുക്ക് ഇവിടെ ഈ CBE എന്ന ഈ ആംഗിളും ഈ ABC എന്ന ഈ ആംഗിളിന്റെ കൂട്ടിയാത്ത ഡിഗ്രി വരും. ഇതൊരു ലീനിയർ പെയറാണ് അല്ലെ. അപ്പൊ ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആംഗിളിന്റെ സംബന്ധം എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് അല്ലെ. അപ്പം ഇതാണ് ആംഗിൾ CBE പ്ലസ് ആംഗിൾ ABC സമം 180 ഡിഗ്രി. കാരണം എന്താണ്, അതിന്റെ ഇതൊരു ലീനിയർ പെയറാണ്. അപ്പൊ ഇത് നമുക്ക് ഒന്നാമത്തെ കേഷൻ എടുക്കാം. ഇനി എടുത്താം ഈ ABCD എന്ന് പറയുന്ന ഒരു എന്താണ്, എന്ത് ചതുർഭുജമാണ്, ഒരു സൈക്ലിക് ക്വാഡ്രാറ്റാണ് അല്ലെ. ഇതൊരു ചക്രചതുർഭുജമാണ് അല്ലെ. ഇതിന്റെ 4 മൂലകളും ഇതാണ് വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അപ്പൊ ABCD എന്ന് പറയുന്നത് ചക്രചതുർഭുജമാണ്. അപ്പൊ ചക്രചതുർഭുജത്തിന്റെ പ്രത്യേകത ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആണ് അല്ലെ. അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളിലെ കൂട്ടുന്ന ഡിഗ്രിയാണ് 180 ഡിഗ്രി. അതായത് ആംഗിൾ ABCയും ഇതാണ് ഈ ആംഗിൾ D. ഇത് നമുക്ക് ആംഗിൾ D എന്ന് തന്നെ എടുക്കാം, കാര്യം ഇവിടെ വേറെ ആംഗിൾ ഇല്ലല്ലോ. അപ്പം ഈ ആംഗിൾ ABC പ്ലസ് ആംഗിൾ D സമം എത്ര ഡിഗ്രി, 180 ഡിഗ്രി അല്ലെ. അപ്പൊ ഇത് കാരണം എന്താണ്, ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്റ് ആയതുകൊണ്ടാണ് അല്ലെ. കാരണം ABCD is a സൈക്ലിക് ക്വാഡ്രാറ്റ്. സൈക്ലിക് ക്വാഡ്രാറ്റിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ് അല്ലെ. അപ്പം ഈ ഒന്നിൽ രണ്ടിലും ആംഗിൾ CBE പ്ലസ് ആംഗിൾ ABC 180 ഡിഗ്രി, ആംഗിൾ ABC പ്ലസ് ആംഗിൾ D 180 ഡിഗ്രി. രണ്ടിനെ വലത് സൈഡ് 180 ഡിഗ്രി ആണ് അല്ലെ. ഇത് രണ്ടോ കൂട്ടം 180 ഡിഗ്രി, ഇത് രണ്ടോ കൂട്ടം 180 ഡിഗ്രി. അപ്പൊ രണ്ടിന്റെയും റൈറ്റ് സൈഡ് ഇതാണ്, വലതുവശം ഈക്വൽ ആണ്. അപ്പൊ ഇടതുവശം തുല്യമായിരിക്കില്ലേ. വലതുവശം തുല്യമാണെങ്കിൽ ഇടതുവശം തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ആംഗിൾ CBE പ്ലസ് ആംഗിൾ ABC സമം ആംഗിൾ ABC പ്ലസ് ആംഗിൾ D. അപ്പം ആംഗിൾ CBE പ്ലസ് ആംഗിൾ ABC എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ആംഗിൾ ABC പ്ലസ് ആംഗിൾ D എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. രണ്ടിന്റെ വലതു സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഇടതു സൈഡും ഈക്വൽ ആയിരിക്കും. സമത്തിന്റെ വലതുവശം ഈക്വൽ ആണ്. അപ്പൊ സമത്തിന്റെ ഇടതുവശവും ഈക്വൽ ആണ് അല്ലെ. അപ്പം ആംഗിൾ CBE പ്ലസ് ആംഗിൾ ABC സമം ആംഗിൾ ABC പ്ലസ് ആംഗിൾ D അല്ലെ. രണ്ട് സൈഡിലും എന്തുണ്ട്, ആംഗിൾ ABC ആംഗിൾ ABC രണ്ട് സൈഡ് വരികയാണെങ്കിൽ വെട്ടിക്കളാം അല്ലെ. therefore ആംഗിൾ CBE സമം ആംഗിൾ D. അതായത് എന്താണ്, ഈ CBE എന്ന ആംഗിളും ഈ ഔട്ടർ ആംഗിൾ അല്ലെ, ഈ ഇതിന്റെ പുറം കോൺ ഔട്ടർ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിന്റെ ഇന്നർ ആംഗിൾ, അതായത് ഈ CBE എന്ന ഈ ആംഗിളും ആംഗിൾ ഡിയും എങ്ങനെയാണ്, ഈക്വൽ ആണ്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്കെന്ന് പറയാം, ഇതാണ് that is in a cyclic quadrilateral the exterior angle at any vertex is equal to the interior angle at the opposite vertex. അതായത് ഒരു ചക്രചതുർഭുജത്തിന്റെ ഏത് മൂലയിലെയും അതിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, അതിന്റെ പുറം കോൺ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിന്റെ എന്താണ് ഇന്നർ ആംഗിളിന് ഓപ്പോസിറ്റ് ഏത് മൂലയിലെ ആ കോണിന് തുല്യമായിരിക്കും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദാറ്റ് എ പാരലോഗ്രാം വിച്ച് ഇസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. റെക്ടാംഗിൾ അല്ലാത്ത പാരലോഗ്രാം ഒന്നും എന്നല്ല സൈക്ലിക് അല്ല എന്ന് തെളിയിക്കണം. അപ്പം ABCD എന്ന് പറയുന്ന ഒരു പാരലോഗ്രാമാണ്. ഈ ABCD ഇസ് എ പാരലോഗ്രാം. ABCD ഒരു പാരലോഗ്രാം ആണ് എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം, ആംഗിൾ എയും ആംഗിൾ സിയും തുല്യമാണ് അല്ലേ. അപ്പം ABCD ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് അതിന്റെ ആംഗിൾ എയും ആംഗിൾ സിയും തുല്യം. പാരലോഗ്രാമിന്റെ പ്രത്യേകത അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പം ആംഗിൾ എയും ആംഗിൾ സിയും തുല്യമാണ്. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും തുല്യമാണ്. ഇനി ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രാറ്റർ ആകണമെങ്കിൽ, ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രാറ്റർ ആകണമെങ്കിൽ എന്തായിരിക്കണം, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സമം 180 ഡിഗ്രി ആയിരിക്കണം. അപ്പം ABCD ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ സിയും തുല്യമാണ്. ഇനി ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രാറ്റർ ആകണമെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സമം എത്ര ഡിഗ്രി ആയിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കണം. അപ്പം ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 കൂടെ നോക്കിയേ. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സമം 180 ഡിഗ്രി ആവുകയും വേണം, ആംഗിൾ എ സമം ആംഗിൾ സി ആവുകയും വേണമെങ്കിൽ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം ആംഗിൾ എ സമം ആംഗിൾ സി സമം എത്ര ഡിഗ്രി ആയിരിക്കണം,
90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ എന്താണ് ആംഗിൾ എയും ആംഗിൾ സിയും തുല്യമാകൂ. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആകും. അപ്പം ഈ രണ്ട് കണ്ടീഷൻ ശരിയാകണമെങ്കിൽ ആംഗിൾ എ സമം ആംഗിൾ സി സമം 30 ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും തുല്യമാണ്. ഒരു പാരലോഗ്രാമിന്റെ ഇതൊരു പാരലോഗ്രാം ആയതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ ഡിയും തുല്യമാണ്. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി സമം 180 ഡിഗ്രി ആവണമെങ്കിൽ എന്താവണം? ആംഗിൾ ബിയും എന്തായിരിക്കണം? ആംഗിൾ ഡിയും എത്ര ഡിഗ്രി ആവണം? 90 ഡിഗ്രി ആവണം. അപ്പൊ ഇത് രണ്ടും തുല്യമാണ്, രണ്ടും 180 ഡിഗ്രി ആവുകയും വേണം. അതുപോലെ ഇത് രണ്ടും തുല്യമാണ്, ഇത് രണ്ടും 180 ഡിഗ്രി ആവുകയും വേണമെങ്കിൽ എന്താണ് ഈ ആംഗിളും ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയേ പറ്റുള്ളൂ? 90 ഡിഗ്രി ആയേ പറ്റുള്ളൂ. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡി എത്ര ഡിഗ്രി ആയേ പറ്റുള്ളൂ? 90 ഡിഗ്രി ആയേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എ ബി സി ഡി എന്താവണം എന്ന് പറഞ്ഞാൽ എ ബി സി ഡി എന്ന് പറഞ്ഞൊരു റെക്ടാംഗിൾ ആണെങ്കിൽ മാത്രമേ അതൊരു സൈക്കിൾ ക്വാഡ്രാറ്ററൽ ആകൂ. ഒരു സാധാ പാരലോഗ്രാം ആണെങ്കിൽ അതൊരു സൈക്കിൾ ക്വാഡ്രാറ്ററൽ ആകില്ല. ദാറ്റ് ഈസ് എ പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസറസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. അതായത് സമപാർശ്വമല്ലാത്ത ലംബങ്ങളൊന്നും എന്തല്ല? സൈക്ലിക് അല്ല, സൈക്ലിക് ക്വാഡ്രാറ്റർ അല്ല. ഐസോസറസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്, പാരൽ അല്ലാത്ത രണ്ട് വശങ്ങൾ ഈക്വൽ ആയിട്ടുള്ളത് രണ്ടും നമ്മൾ ഐസോസറസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് അല്ലേ. ഇതെന്ന് പറയുന്നത് നോൺ ഐസോസറസ് ട്രപ്പീസിയമാണ്. ഇവിടെ ഈ എ ബിയും സി ഡിയും പാരലാണ്. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ട്രപ്പീസിയം പറയുള്ളൂ അല്ലേ. ഇവിടെ ഈ എ ബിയും സി ഡിയും പാരലാണ്. ഈ സി ബിയും ഈ എ ഡിയും പാരലല്ല. അപ്പം ഈ ബി സിയും എ ഡിയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഐസോസറസ് ട്രപ്പീസിയം എന്ന് പറയും. പക്ഷെ ഇവിടെ ബി സിയും എ ഡിയും തുല്യമല്ല, ഇത് രണ്ടും പാരലാണ്. എ ബിയും സി ഡിയും പാരലാണ്, ബി സിയും എ ഡിയും തുല്യമല്ല. അപ്പൊ ഇതിനെ നമ്മൾ നോൺ ഐസോസറസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പം എ ബി സി ഡി ഇസ് എ നോൺ ഐസോസറസ് ട്രപ്പീസിയം. എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? സമപാർശ്വമല്ലാത്ത ലംബകമാണ്, സാധാ ലംബകമാണ് അല്ലെ. അപ്പൊ ഏതൊരു ലംബകമായിരുന്നാലും ഏതൊരു ട്രപ്പീസിയം ആയിരുന്നാലും അതിന്റെ എന്താണ് ഈ എ പ്ലസ് ഡി ഈ രണ്ട് ആംഗിളുടെ കൂട്ടം എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും അല്ലെ. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി സമം 180 ഡിഗ്രിയാണ്. എന്തുകൊണ്ട് എ ബിയും സി ഡിയും സമാന്തരമാണ്. ഈ രണ്ട് സമാന്തര വശങ്ങൾ ഒരു ഛേദം കണ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ. ഇതാണ് ആന്തരസഹകോണുകൾ. ആന്തരസഹകോണുകൾ എന്ന് പറയുന്നത് അനുകൂലങ്ങളാണ്, അല്ലെങ്കിൽ കോ ഇന്റീരിയർ ആംഗിൾ സപ്ലിമെന്ററി ആണ്. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി സമം 180 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി അതും 180 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ 180 ഡിഗ്രി വരും. ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ 180 ഡിഗ്രി വരും. കാരണം ഇതെന്താണ്? എ ബിയും സി ഡിയും പാരലൽ സൈഡ്സ് ആണ്. ഇത് അതിന്റെ ഛേദകമാണ്. അപ്പൊ ഇത് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്, ഇതും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഇനി ഇതൊരു നോൺ ഐസോസറസ് ട്രപ്പീസിയമാണ്. നോൺ ഐസോസറസ് ട്രപ്പീസിയം ആകുമ്പോഴത്തേക്ക് ഈ ആംഗിൾ എയും ഈ ആംഗിൾ ബിയും തുല്യമാകുമോ? അപ്പം ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ല. അതുപോലെ ആംഗിൾ ഡിയും ആംഗിൾ സിയും തുല്യമല്ല. ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ല. ആംഗിൾ ഡിയും ആംഗിൾ സിയും തുല്യമല്ല. ഇവിടെ ഐസോസറസ് ട്രപ്പീസിയം ആണെങ്കിൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ് എങ്കിൽ അതിന്റെ ചുവട്ടിലുള്ള കോണുകൾ തുല്യമായിരിക്കും. മേളുള്ളത് ഈ സിയും ഡിയും തുല്യമായിരിക്കും, എയും ബിയും തുല്യമായിരിക്കും. അത് ഐസോസറസ് ട്രപ്പീസിയം ആണെങ്കിൽ. ഇത് നോൺ ഐസോസറസ് ട്രപ്പീസിയം ആണ്. അപ്പം ഈ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ല. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ലെങ്കിൽ പിന്നെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരും. ദാറ്റ് ഈസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു 180. അതായത് ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ലെങ്കിൽ പിന്നെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരും. ആംഗിൾ എയും ഐസോസറസ് ട്രപ്പീസിയം ആണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമാണ് എങ്കിൽ ഇത് രണ്ടും കൂടെ 180 ഡിഗ്രി വരും. പക്ഷെ ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ല. അതുകൊണ്ട് ആംഗിൾ ബി ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരില്ല? 180 ഡിഗ്രി വരില്ല. അതുപോലെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോഴും 180 ഡിഗ്രി വരില്ല. ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ എയും തുല്യമല്ല എങ്കിൽ പിന്നെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരുമോ? വരില്ല. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ അല്ല. ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി അല്ലാത്തത് കൊണ്ട് ഈ എ ബി സി ഡി എന്ന് പറയുന്ന സൈക്ലിക് ക്വാഡ്രാറ്ററൽ അല്ല.
അപ്പൊ നമുക്കെന്ത് പറയാം, സമപാർശ്വമല്ലാത്ത ലംബങ്ങളൊന്നും എന്തല്ല, ഒരു ചക്രീയ ചതുർഭുജങ്ങൾ അല്ല. അതായത് നോൺ ഐസോസെൽസ് ട്രപീസിയംസ് ആർ നോട്ട് സൈക്ലിക്. അടുത്തതായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 59-ാം പേജിലെ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ പിക്ചർ ബൈസെക്ടേഴ്സ് ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD ഇന്റർസെക്ട് അറ്റ് PQRS. പ്രൂവ് ദാറ്റ് PQRS is a cyclic quadrilateral. അതായത് ഈ ABCD എന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഈ ആംഗിൾ A, ഈ ആംഗിൾ എയുടെ ബൈസെക്ടറും ആംഗിൾ ബിയുടെ ബൈസെക്ടർ, ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണിത്, ആംഗിൾ ഡിയുടെ ബൈസെക്ടർ ആണിത്. അതായത് ഒരു കോണിന്റെ ബൈസെക്ടർ അറിയാൻ കോണിന്റെ സമഭാജി, ആംഗിൾ എയുടെ സമഭാജി, ആംഗിൾ ബിയുടെ സമഭാജി, ആംഗിൾ സിയുടെ സമഭാജി, ആംഗിൾ ഡിയുടെ സമഭാജി. ഇത് എല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ് PQRS. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ PQRS എന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ പിയും ക്യൂവും ആറും എസും ഒരു സർക്കിളിലെ ബിന്ദുക്കളാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഈ PQRS ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അതായത് ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഈ ആംഗിൾ പിയും ആംഗിൾ ആറും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുമെന്നും, അല്ലെങ്കിൽ ആംഗിൾ എസും ആംഗിൾ ക്യൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുമെന്നും പ്രൂവ് ചെയ്യണം. അതിനായി ഞാൻ ഈ ആംഗിൾ എയെ ആംഗിൾ എ അത് എ ആയിട്ടും, ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ബി എന്ന് പറയുന്നത് ബി ആയിട്ടും, ആംഗിൾ സി എന്ന് പറയുന്നത് സി ആയിട്ടും, ആംഗിൾ ഡി എ ഡി ആയിട്ടും എടുക്കുന്നു. ഇത് ആംഗിൾ ഡി ആയിട്ട് എടുക്കുന്നു. അപ്പം ഈ ആംഗിളിന് ഈ ആംഗിളിനെ സ്മാൾ എ ആയിട്ടും, ഈ ആംഗിളിനെ സ്മാൾ ബി ആയിട്ടും, ഈ ആംഗിള് സ്മാൾ സി ആയിട്ടും, ഈ ആംഗിൾ സ്മാൾ ഡി ആയിട്ടും എടുക്കുന്നു. അപ്പൊ ആംഗിൾ എ സമം എ, ആംഗിൾ ബി സമം ബി, ആംഗിൾ സി സമം സി, ആംഗിൾ ഡി സമം ഡി അല്ലെ. അങ്ങനെയെങ്കിൽ അപ്പൊ ഈ ആംഗിൾ എ ആണ് എങ്കിൽ അതായത് DAB എന്ന ഈ ആംഗിൾ എ ആണ് എങ്കിൽ ഇതെന്തായിരിക്കും, ഈ ആംഗിൾ എന്തായിരിക്കും, ഈ DAS എന്ന ഈ ആംഗിൾ എന്തായിരിക്കും, ഇത് മൊത്തം എ ആണ് എങ്കിൽ എന്തായിരിക്കും, ഇത് A/2 ആയിരിക്കും അല്ലെ. അതുപോലെ ഇതെന്താണ്, ഇത് മൊത്തം ഡി ആണ്, ഇത് ഡി ആണ് എങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, D/2 ആയിരിക്കും. D/2 അതായത് ഈ കോണിന്റെ സമഭാജിയാണിത് അല്ലെ. അതുപോലെ ഈ കോണിന്റെ സമഭാജിയാണിത്. ഇത് മൊത്തം എ ആണ് എങ്കിൽ ഇത് A/2 ആയിരിക്കും, ഇത് മൊത്തം ഡി ആണ് എങ്കിൽ ഇത് D/2 ആയിരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ നോക്കിയ ഈ ട്രയാംഗിൾ ADS എന്ന ട്രയാംഗിൾ നോക്കിയേ. ഇൻ ട്രയാംഗിൾ ADS ഈ ADS എന്ന ട്രയാംഗിളില് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇൻ ട്രയാംഗിൾ ADS ആംഗിൾ ASD സമം ഈ ASD എത്ര ഡിഗ്രിയാണ്? ഈ ASD. അപ്പൊ ഇത് A/2, ഇത് ഈ ആംഗിൾ. അപ്പൊ ഇത് ഈ ഒരു ട്രയാംഗിൾ പരിഗണിച്ചാൽ ഈ ASD എന്ന ഈ ട്രയാംഗിൾ പരിഗണിച്ചാൽ ഇത് A/2 ആണ്, ഇത് D/2 ആണ്. അപ്പൊ ഇതെന്ത് വരും? ഈ ആംഗിൾ എസ് എന്ന് പറയുന്നതായിരിക്കും 180 മൈനസ് A/2 പ്ലസ് D/2 അല്ലെ. അപ്പൊ ഇത് A/2 ആണ്, ഇത് D/2 ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് മൊത്തം ഒരു ത്രികോണത്തിന്റെ കോണുകൾ 180 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് A/2 പ്ലസ് D/2 അല്ലെ. 180 മൈനസ് A/2 പ്ലസ് D/2. അപ്പം ഈ ആംഗിൾ എസ് കിട്ടി 180 മൈനസ് A/2 പ്ലസ് D/2. 180 മൈനസ് A/2 പ്ലസ് D/2. ഇനി ഈ ട്രയാംഗിൾ പരിഗണിച്ച് ഈ BQC എന്ന ഈ ട്രയാംഗിൾ പരിഗണിച്ച് ഇൻ ട്രയാംഗിൾ BQC ഈ BQC എന്ന ട്രയാംഗിളില് നോക്കേ ഈ ആംഗിൾ ബി എന്ന് നമ്മൾ നേരത്തെ എടുത്തു അല്ലേ. അപ്പൊ ഈ ആംഗിൾ A സമം A എന്നും ആംഗിൾ B സമം B എന്ന് എടുത്തു. അപ്പൊ ഈ ആംഗിൾ B ആണ് എങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? B/2 ആയിരിക്കുമല്ലോ. B/2 അല്ലെ. ഇത് മൊത്തം A ആണെങ്കിൽ ഇത് ഇത് B ആണ്. ഈ ആംഗിൾ B ആണ് എങ്കിൽ ഇത് B/2 ആണ്. കാര്യം ഇതെന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ സമഭാജ്യമാണ്, ബൈസെക്ടർ ആണ്. അപ്പൊ ഇത് B/2. അപ്പൊ ഈ ആംഗിളോ
ഇത് മൊത്തം സി ആണ് എങ്കിൽ അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും C/2 ആയിരിക്കും അല്ലേ, C/2. കാരണം എന്താണ്, ഇത് ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആണ്, C/2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, ആംഗിൾ എന്താണ്, CQB. ഈ CQB എന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഇതൊരു ട്രയാംഗിൾ, ഈ ട്രയാംഗിളിന്റെ കോണുകളുടെ 180 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിൾ B/2 ആണ്, ഈ ആംഗിൾ C/2 ആണ്. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 180 മൈനസ് എന്താണ് B/2 പ്ലസ് C/2. ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് B/2 പ്ലസ് C/2 ആയിരിക്കും. ഇനി അപ്പം ഇത് 180 മൈനസ് A/2 പ്ലസ് D/2 ആണ്. ഇത് 180 മൈനസ് B/2 പ്ലസ് C/2 ആണ്. 180 മൈനസ് B/2 പ്ലസ് C/2 ആണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് A/2 പ്ലസ് D/2 ആണ് എങ്കിൽ ഈ ആംഗിൾ അതായിരിക്കും 180 മൈനസ് A/2. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലോ അല്ലേ. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഇത് 180 മൈനസ് A/2 പ്ലസ് D/2 ആണെങ്കിൽ ഇത് 180 മൈനസ് A/2 പ്ലസ് D/2 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതുപോലെ ഈ ആംഗിൾ 180 മൈനസ് B/2 പ്ലസ് C/2 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ 180 മൈനസ് B/2 പ്ലസ് C/2 ആണെങ്കിൽ ഇത് 180 മൈനസ് B/2 പ്ലസ് C/2 ആണ്. അപ്പൊ നമുക്ക് നോക്കുക, ഈ ഇൻ ട്രയാംഗിൾ ഇൻ ക്വാഡ്രിലാറ്ററൽ PQRS, ഈ PQRS എന്ന ക്വാഡ്രിലാറ്ററൽ പരിഗണിച്ച് ഈ PQRS എന്ന ഈ ക്വാഡ്രിലാറ്ററലില് ആംഗിൾ S പ്ലസ് ആംഗിൾ Q സമയം എന്ത് വരും? ആംഗിൾ S പ്ലസ് ആംഗിൾ Q, അതായത് ആംഗിൾ S പ്ലസ് ആംഗിൾ Q, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ. അപ്പം ഈ PQRS എന്ന ഈ ക്വാഡ്രിലാറ്ററലില് ആംഗിൾ S പ്ലസ് ആംഗിൾ Q എന്ത് വരും? എന്താണ് ഈ ആംഗിൾ S എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ S എന്ന് പറയുന്നത് ഈ ആംഗിൾ അല്ലേ. എന്താണിത്? 180 മൈനസ് A/2 പ്ലസ് D/2 അല്ലേ. ഈ ആംഗിൾ ASDയുടെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലേ. അപ്പൊ ഇത് 180 മൈനസ് A/2 പ്ലസ് D/2 ആണ് എങ്കിൽ ഇത് 180 മൈനസ് A/2 പ്ലസ് D/2 ആണ് അല്ലേ. അപ്പൊ ഈ ആംഗിൾ 180 മൈനസ് A/2 പ്ലസ് D/2 ആണ്. പ്ലസ് ആംഗിൾ S എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. പ്ലസ് ഇനി ആംഗിൾ Q. എന്താണ് ഈ ആംഗിൾ Q എന്ന് പറയുന്നത്? ഇത് 180 മൈനസ് B/2 പ്ലസ് C/2 ആണ് എങ്കിൽ ഇതൊന്നായിരിക്കും, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും എന്തായിരിക്കും, 180 മൈനസ് B/2 പ്ലസ് C/2 ആയിരിക്കുമല്ലോ. 180 മൈനസ് A/2 പ്ലസ് D/2 എന്ന് പറയുന്നത് ആംഗിൾ S ആണ്. അപ്പൊ ആംഗിൾ Q എന്ന് പറയുന്നത് എന്താണ്, 180 മൈനസ് B/2 പ്ലസ് C/2 ആയിരിക്കും. സമം 180 ബ്രാക്കറ്റ് മാറ്റാം മൈനസ് A/2 മൈനസ് D/2 ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഈ മൈനസ് A/2 മൈനസ് പ്ലസ് മൈനസ് അല്ലെ, മൈനസ് D/2 പ്ലസ് 180 വീണ്ടും ഈ ബ്രാക്കറ്റ് മാറ്റാം മൈനസ് B/2 മൈനസ് പ്ലസ് മൈനസ് C/2 എന്ന് പറയാം. 180 മൈനസ് ബ്രാക്കറ്റ് മാറ്റാം A/2 മൈനസ് A/2 മൈനസ് പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് അല്ലെ, മൈനസ് D/2 പ്ലസ് 180 മൈനസ് B/2 മൈനസ് C/2 അല്ലെ. സമം 180 360 മൈനസ് A/2 മൈനസ് D/2 മൈനസ് B/2 മൈനസ് C/2 അല്ലെ. 180 360 മൈനസ് A/2 മൈനസ് D/2 മൈനസ് B/2 മൈനസ് C/2 അല്ലെ. സമം 360. ഈ എല്ലാത്തിൽ നിന്ന് ഞാൻ മൈനസ് കോണിൽ എടുക്കുന്നു. മൈനസ് ഇവിടെ എഴുതാൻ തരും. മൈനസ് A/2 പ്ലസ് B/2 പ്ലസ് C/2 പ്ലസ് D/2. ഞാൻ ഓർഡർ എഴുതി അല്ലെ. ഇവിടെ ഈ മൈനസ് വെളി എഴുതാൻ ബാക്കി എന്താ, A/2 പ്ലസ് B/2 പ്ലസ് C/2 പ്ലസ് D/2 അല്ലെ. സംശയം ഉണ്ടെങ്കിൽ മൈനസ് കൊണ്ട് തിരിച്ചു ഇത് നോക്കിയാൽ മൈനസ് A/2 മൈനസ് A/2 അല്ലെ, മൈനസ് B/2 മൈനസ് B/2 മൈനസ് ഇൻറ്റു പ്ലസ് C/2 മൈനസ് C/2 അല്ലെ. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇങ്ങനെ വരും അല്ലെ. ഈ മൈനസ് വെളി എടുക്കുമ്പോൾ ബാക്കിയെല്ലാം A/2 പ്ലസ് B/2 പ്ലസ് C/2 പ്ലസ് D/2 അല്ലെ. സമം 360 മൈനസ് ഇതാണ് A പ്ലസ് B പ്ലസ് C പ്ലസ് D/2 ഇതാണല്ലോ. A/2 പ്ലസ് B/2 പ്ലസ് C/2 പ്ലസ് D/2 A പ്ലസ് B പ്ലസ് C പ്ലസ് D/2 ആണ് അല്ലെ. സമം 360 മൈനസ്
ഈ എ എന്ന് പറഞ്ഞ എന്താണ്? ഈ ആംഗിൾ എ ആണ് എ അല്ലെ? ആംഗിൾ എ എ. ആംഗിൾ ബി ആണ് ബി എന്ന് പറയുന്നത്. ആംഗിൾ സി ആണ് സി എന്ന് പറയുന്നത് അല്ലെ? ആംഗിൾ ഡി ആണ് ഡി എന്ന് പറയുന്നത്. അപ്പം എ എന്ന് പറയുന്നത് അപ്പൊ ഈ എയും ബിയും സിയും ഡിയും എന്ന് പറയുന്നത് ഈ ചതുർഭുജത്തിന്റെ കോണുകളാണ് അല്ലെ? അപ്പം എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഒരു ചതുർഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക എന്താണ്? 360 ഡിഗ്രി അല്ലേ? അപ്പം 360 മൈനസ് അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഒരു ചതുർഭുജത്തിന്റെ കോണുകളിലെ തുക എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി അല്ലേ? അപ്പം 360 മൈനസ് 360/2 അല്ലേ? സമം 360 മൈനസ് 360 എത്രയാണ്? 180 സമം എത്ര? 180. അതായത് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ, ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് ഇത് രണ്ടോ കൂട്ടം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ് അല്ലെ? അതായത് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ സമം 180 ഡിഗ്രി. ഈ ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ സമം 180. അപ്പം ഈ പി ക്യു ആർ എസ് എന്ന ഈ ക്വാഡ്രാറ്റിന്റെ ഈ ആംഗിൾ എസും ആംഗിൾ ക്യൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ സമം 180 ഡിഗ്രിയാണ്. തീർച്ചയായിട്ടും ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ് എങ്കിൽ അതിനർത്ഥം ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രാറ്റർ ആണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.